ഇ ശ്രീധരൻ ഇന്ത്യ കണ്ട പ്രശസ്തനായ ടെക്നോക്രാറ്റുകളിൽ ഒരാൾ. ഇന്ത്യയിലെ പല വികസന പ്രവർത്തനങ്ങളുടെയും ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാൾ. സംഘപരിവാറിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം കഴിഞ്ഞിറങ്ങി BJPയുടെ ചാണകവെള്ളത്തിൽ മാമോദീസ മുങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? കേരളിനെ തുരങ്കം വെക്കാൻ അദ്ദേഹം കാണിച്ച മാതൃകാപരമായ ഇടപെടൽ. ഇപ്പോഴിതാ തവനൂർ തിരുനാവായ പാലം തുരങ്കം വയ്ക്കാൻ അദ്ദേഹം കാണിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം. ദയവുണ്ടായിട്ട് ശ്രീധരേട്ട ചരിത്രം പറയുന്നത് വെച്ചിട്ടാ തവനൂർ തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു, വേറൊന്നുമല്ല. അതുണ്ടാക്കാൻ ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആളാണ്. ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഞങ്ങൾക്കൊരു അഭിപ്രായം വെച്ചത്. അല്ലെങ്കിൽ ഒരു ടെക്നോക്രാറ്റ്, സയന്റിസ്റ്റ്, എഞ്ചിനീയർ ആരുമായിക്കോട്ടെ BJPയിൽ ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റം. ഞങ്ങൾക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അഭ്യർത്ഥനയാണ്, തവനൂക്കാരെ അഭ്യർത്ഥനയാണ്. ദയവുണ്ടായിട്ട് ഇതിന് തടസ്സം വരുന്നത് എല്ലാം കഴിഞ്ഞു. ഇതിന് കുറേ ഇപ്പോൾ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ അതാ ജനാർദ്ദനേട്ടൻ. ആ ജനാർദ്ദനേട്ടൻ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല. അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധരേട്ട ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാകും. വലിയ കഴിവുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു അൽഫോൻസ് കണ്ണന്താനം. BJPയിൽ എത്തപ്പെട്ടതിന് ശേഷം അദ്ദേഹം കാണിച്ച ചില വിക്രിയകൾ ഇതിനേറെ പറയുന്നു. ഒരു സിനിമാ നടനായിരുന്ന സുരേഷ് ഗോപി പോലും BJPയിൽ എത്തിപ്പെട്ടതിന് ശേഷം അദ്ദേഹം ചെയ്തു കൂട്ടുന്ന ശ്രീധരേട്ടനെ ഞങ്ങൾ 100 ഇരട്ടി ബഹുമാനിക്കുന്ന ആളാണ്, എല്ലാ കഴിവുകളുള്ള ആളാണ്. അപ്പൊ ദയവുണ്ടായിട്ട് ഇത് മുടക്കരുത്. ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്ന കഴിഞ്ഞു, നടക്കില്ല. ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല, ഉറപ്പ്. ശ്രീധരേട്ട നോക്കുക, അത് ഞാൻ പറഞ്ഞാണ്, ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിഞ്ഞു. തവനൂക്കാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും. ഇന്ത്യയിലെ 99% ആൾക്കാരും വിശ്വാസം മൂത്ത് അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അത് നമുക്ക് പറയാതെ തന്നെ അറിയാം. പക്ഷേ ഈ ശ്രീധരനെ പോലെയുള്ള ടെക്നോക്രാറ്റുകൾ പോലും ഈ വിശ്വാസത്തിന്റെ പുറകെ അടിയുറച്ച് വിശ്വസിച്ച് വികസന വിരോധികളായി മാറുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണേണ്ടി വരുന്നു. ഇത് ചരിത്രം എന്താ പറയുക ശ്രീധരേട്ട? തവനൂർ തിരുനാവായ പാലം മുടക്കിയ ആള് എന്നുള്ള ചരിത്രം പറയട്ട. തവനൂർ തിരുനാവായ പാലം വരാതിരിക്കാനായി ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ ഈ ശ്രീധരൻ നായർ പറയുന്ന കാരണങ്ങളാണ് അത്രേ വിചിത്രം. അവിടെ അടുത്തായി ഒരു സരസ്വതി ക്ഷേത്രവും ഒരു ബ്രഹ്മക്ഷേത്രവും ഉണ്ടത്രേ. ആ ക്ഷേത്രത്തിന് കളങ്കം സംഭവിക്കും, ആ ക്ഷേത്രത്തിന് ദോഷം ചെയ്യുമത്രേ ഈ പാലം വരുന്നാൽ. ജനങ്ങൾക്കുള്ള ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യാൻ ഇദ്ദേഹം ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തിയ ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു. കാരണം എന്താണെന്ന് അറിയണല്ലോ. അപ്പോൾ ULCC അവരെ കൊണ്ട്, ഞാൻ RBDCനെ കൊണ്ട് ഇത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഇതിന് ആ പിന്നെ പ്രവൃത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. പക്ഷെ അത് മറികടന്നു, ഒക്കെ മറികടക്കും. ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ശ്രീധരേട്ടൻ വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്ന് ഇവിടെ തന്നെ പാലം വരും. ശ്രീധരേട്ടൻ ഉറപ്പിച്ചോളൂ, ഞാൻ അന്ന് ശ്രീധരേട്ടൻ വന്ന് കാണും, ഇവിടെ പാലം വരുന്നത്. 2 ആരാധനാലയങ്ങൾക്ക് സമീപത്തുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പാലം വന്നാൽ തീരുന്നതാണ് നമ്മളുടെയൊക്കെ ദൈവഭക്തിയെങ്കിൽ, ദൈവമെങ്കിൽ. ഇങ്ങനെയൊക്കെ മാത്രം വിശ്വസിക്കുന്ന എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റും ജസ്റ്റിസുമാരുമാണ് നമ്മുടെ ഇന്ത്യയിലെങ്കിൽ